ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനി എന്ന് പറയുന്നത് പഴയ കേരളം തന്നെയാണ് കേട്ടോ. ഇനി ഒരു വർഗീയ കേരളമില്ല. ലീഗായിട്ട് നിൽക്കും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, ഞാൻ ഈ ഐക്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയ ഏറ്റവും വലിയ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ SNDP നേരെ പറയുകയാണ് ലീഗ് മുസ്ലിം ലീഗിനെയും മുസ്ലിങ്ങളെയും തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേ സ്ഥലത്ത് NSS മുസ്ലിങ്ങൾ കൂടെ നിൽക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരാണ് ഐക്യപ്പെടാൻ പോകുന്നത്. അതെങ്ങനെയാണ് യോജിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ്റെ ബന്ധശത്രു എന്ന് പറയുന്നത് ലീഗും മുസ്ലിംസുമാണ് അല്ലേ? അപ്പോൾ അവരെ തള്ളി പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇവർ ഐക്യത്തിന് വേണ്ടി വരുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? അങ്ങനെ മുസ്ലിങ്ങളായിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല, കാരണം കേരളത്തിൽ അങ്ങനെ എല്ലാവരും ഒന്ന് ജീവിച്ച് പോകുന്നതെന്ന്. അത് യോജിക്കാനേ പോകുന്നില്ല എന്ന്, അങ്ങനെ യോജിക്കാനേ പോകുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുറച്ചും കൂടെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, ഇതിന് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോകണമെങ്കിൽ കേരളത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശന് പറഞ്ഞു വിടാനൊരു നേതാവെങ്കിലും ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്? തുഷാർ വെള്ളാപ്പള്ളി അല്ലാതെ ഈ വെള്ളാപ്പള്ളി നടേശന് പറഞ്ഞു വിടാനൊരു നേതാവില്ലാന്നേ. ഏത് നേതാവിനെയാണ് പറഞ്ഞു വിടുക? ഞാൻ പറഞ്ഞു SNDPക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് നേതാവാണ് ഉള്ളത്? വെള്ളാപ്പള്ളി നടേശന് പറഞ്ഞു വിടാൻ നേതാവില്ലാതായി എന്നുള്ളതാണ് സത്യം. സ്വന്തം മകനേ ഉള്ളൂ. ആ മകനെയാണെങ്കിൽ കൊണ്ട് BJPക്ക് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു വേറെ മകനില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ സുകുമാരൻ നായർ പറഞ്ഞല്ലോ, ഇത് മുന്നോട്ട് പോകണമെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് വിടണ്ടേ? അങ്ങനെയൊന്നും നേതാവില്ല എന്ന് SNDPക്ക്. അത് സ്വന്തം പോക്കറ്റ് കമ്പനിയായി, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി പോക്കറ്റ് വെച്ചേക്കാണ്. അവരതനുസരിച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു നേതാവിന് സെപ്പറേറ്റ് കൊണ്ടുവന്നിട്ടില്ല. ആരാ? പ്രസിഡന്റിനെ വിടാൻ പറ്റുമോ? പ്രസിഡന്റിനെ വിടാൻ പറ്റില്ല. പ്രസിഡന്റ് പോയി അവിടെ എന്തെങ്കിലും ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും നടന്നു പോയാണ്ടല്ലോ, ഞാൻ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും നടന്നു പോയാൽ ടെൻഷനാണ് പുള്ളിക്ക്. മനസ്സിലായോ? അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഞാൻ തന്നെ പോകണം. ഞാൻ പോയാൽ ശരിയാവാനും പോകുന്നില്ല. അപ്പോൾ ഞാൻ പോകാൻ പറ്റില്ല. അപ്പോൾ മകൻ തന്നെ വിടുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്ന്. കേരളത്തിൽ കാരണം ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും പെട്ടെന്ന്. 1, 2, 3 പത്രസമ്മേളനം കൊണ്ടുകൂടി ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ കാര്യത്തിനകത്തും കോൺഗ്രസിനും പറ്റുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിൻ്റെ അവസ്ഥ ജനങ്ങൾക്ക് കേരളത്തിൽ മനസ്സിലായിട്ടുണ്ട്. ഇതേ അവസ്ഥ അത് കോൺഗ്രസ് മനസ്സിലാക്കിയാൽ മതി. എന്താണോ NSS ഇപ്പോൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്, അത് നടപ്പിലാക്കിയ പോലെ തന്നെ കോൺഗ്രസ് എന്താണ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഇതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് നല്ലതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ പാപഭാരം എന്ന് കോൺഗ്രസ് ഉണ്ടോ അന്ന് വരെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്.